ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർവാഴ കൊണ്ടൊരു അച്ചാറാണ്. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ അച്ചാർ. ഒട്ടും ഓയിൽ ചേർത്തിട്ടില്ല, അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കറ്റാർവാഴ മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ നിവർത്തി വെച്ച് അതിനുള്ളിലെ കറ മുഴുവനും ഊറ്റിക്കളയണം. അതിന് ശേഷം സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞിട്ട് പിന്നെ തൊലിയൊന്നും കളയണ്ട, നമ്മളത് പീസാക്കി മുറിച്ച് എടുക്കണം. അപ്പോൾ ഈ നമ്മൾ തൂക്കി വെച്ചിട്ട് ആ കറ പോകുമ്പോൾ തന്നെ അതിനുള്ളിലത്തെ കയ്പ്പൊക്കെ ഒരുവിധം പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്നാലും ചിലപ്പോൾ ചില ചൊറിച്ചലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചൊറിച്ചലിനെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കയ്പില്ലാത്ത കറ്റാർവാഴയെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ വിനീഗർ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അത് ഏത് വിനീഗർ ആയാലും കുഴപ്പമില്ല. നമ്മൾ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 100 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ചുവന്നുള്ളിയും കുറച്ച് കാന്താരി മുളകും പിന്നെ നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ തിളച്ച് ഈ പുളിയും ഉപ്പും മധുരവും എല്ലാതും ഈ കറ്റാർവാഴയിലും വെളുത്തുള്ളിയിലും പിന്നെ ചുവന്നുള്ളിയിലും പിടിക്കണം, പച്ചമുളകിലും. അതൊന്നിങ്ങനെ വെന്ത് വരികയും വേണം. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിത് ഊറ്റുക. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം കടുകും കുരുമുളകും നമ്മൾ തരിതരിപ്പായി അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വിനീഗർ മിക്സ് ചെയ്യുക. ഒപ്പം കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 1 കപ്പ് വിനീഗറിൽ നിന്ന് വിനീഗർ 1 ടേബിൾ സ്പൂൺ മാത്രം വെച്ച് ബാക്കിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ചേർത്ത് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വിനീഗറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കറ്റാർവാഴയും പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക്, ഇതിൽ നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കില്ല കേട്ടോ, എല്ലാതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കില്ല. ഇനി മുളക് പൊടി അച്ചാർ നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കട്ടെ, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇതൊരു വെറൈറ്റി രുചിയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പോലത്തെ ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും ഓയിലില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ഈ അച്ചാർ. പിന്നെ വെളുത്തുള്ളിയും കറ്റാർവാഴയും ചുവന്നുള്ളിയും ഒക്കെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കി വീഡിയോസ് എല്ലാം കാണാം.